അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നല്ലൊരു വർഷമായിരിക്കട്ടെ. എല്ലാവരും സന്തോഷവും സമാധാനവും സ്വസ്ഥവുമായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസമാണ്, കർഷകനാവാൻ ശ്രമിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം. കഴിഞ്ഞ 2 ദിവസത്തെ പ്രോഗ്രസ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം അത്യാവശ്യം നല്ല പ്രോഗ്രസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇന്ന് എന്തായാലും 1-ാം തീയതി ആയതുകൊണ്ട് നമ്മളിന്ന് ചെറുതായിട്ടൊന്ന് കിളച്ചിട്ട് 2 വിത്ത് നമ്മൾ പാകാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് പരിപാടിയിലേക്ക് കിടക്കാം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ കിളച്ച് ഒന്ന് വിത്ത് പാകാൻ പോവാണ്. അപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവാണ്. ഭൂമി ദേവി അനുഗ്രഹിക്കണേ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ തൂമ്പ കൊണ്ട് കിളയ്ക്കുന്ന പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചെറിയ ഡിഫിക്കൽട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡിഫിക്കൽട്ടി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കിളയ്ക്കുമ്പോൾ അവിടെ ചെറിയ കല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൃത്യം അത് കിളയ്ക്കുമ്പോൾ കൃത്യം അതിനകത്ത് കൊള്ളുന്നതുകൊണ്ട് അതിൻ്റെ ഒരു അത് നമുക്ക് ചെറിയൊരു ടാസ്ക് തന്നു. പക്ഷേ എന്തായാലും എൻജോയ് ചെയ്ത് ചെയ്യുവാണ് ഞാനിപ്പോൾ. അത് കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന മണ്ണിര നമുക്ക് കൂട്ടുണ്ട്. ഇതേണ്ടേ. അപ്പോൾ നമ്മുടെ കിളയ്ക്കുന്ന വർക്ക് ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ പിന്നെ ചെറിയ ഈ ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് വിത്ത് പാകാനായിട്ട്. പിന്നെ ഈ മണ്ണ് കട്ട കൂടിയിട്ട് കിടക്കുന്നുണ്ട്. അതും നമ്മളപ്പോൾ പതുക്കെ ഒന്ന് പൊട്ടിച്ചിടുകയാണ്. പിന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് നനച്ചു വിടാം. അപ്പോൾ വേണ്ട നമ്മുടെ ചീരവിത്ത് അപ്പോൾ നമ്മൾ പാകാൻ പോവാണ്. നമ്മളപ്പോൾ വിത്ത് പാകിയതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടുകയാണ്. കാരണം ചിലപ്പോൾ ഉറുമ്പുകൾ വിത്ത് എടുത്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ എന്തായാലും എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അപ്പോൾ ഇച്ചിരി മഞ്ഞപ്പൊടി അതിൻ്റെ മുകളിൽ കൂടെ നമുക്കൊന്ന് തൂവി വിടാം. അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് നമ്മൾ ഐശ്വര്യമായിട്ട് ചീരയുടെ വിത്ത് പാകിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഈ വർഷം നല്ല സമ്പൽ സമൃദ്ധിയുമായിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നല്ല മാത്രം നടക്കട്ടെ. അപ്പോൾ നമ്മൾ കാടൊന്നും വെട്ടി തീർന്നിട്ടില്ല. ഒരു 10% കാട് വെട്ടി തീർന്നിട്ടുള്ളൂ. ഇനിയും കാട് വെട്ടാനുണ്ട്. അപ്പോൾ പതിയെ സൈഡിൽ കൂടെ കാടും വെട്ടി പിന്നെ ഓരോരോ വിത്തുകളായിട്ട് ഇങ്ങനെ പതുക്കെ നട്ട് കൊണ്ടുവരും. അതെ, കൊണ്ടുവരണമല്ലോ. അതാണല്ലോ കർഷകൻ്റെ ജോലി. അപ്പോൾ ബൈ.